ഇന്ന് എന്താണെന്നല്ലേ, കുറച്ച് ചെറുതണം എന്നൊരു തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. അത് കയ്യറയൊക്കെ ഇട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. എങ്കിലും കയ്യറ ഇല്ലാതെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ 23 ഇലയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ഇത് ചെറുതണം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വെച്ചിട്ടുണ്ട്. പേര് അതപ്പോൾ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചേക്കുക. ചൂടുവെള്ളത്തിൽ മുക്കിയാൽ ചൊറിയലെന്നാണ് പറയുന്നത്. എങ്കിലും ഞാൻ അത് സാധാരണ വെള്ളത്തിൽ തന്നെയാണ് ചെയ്തത്. കയ്യറയുണ്ടല്ലോ, ഇതൊക്കെ ഞാനൊന്ന് അരിപ്പയിലോട്ടൊന്ന് അരിക്കാൻ വിട്ടിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഇത്തിരി വെള്ളം തോരട്ടെ. തോർന്ന് കഴിയുമ്പോൾ എടുത്തങ്ങ് അരിയ. ഇത് ഞാനിനിയും അരിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ചെറുതനം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തില്ല. ചെറുതനം കണ്ടാൽ അറിയാമല്ലോ. കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. എന്തായാലും 3-4 പേർക്ക് കൂട്ടാൻ കാണും. അപ്പം ഇനി ഞാൻ അരിഞ്ഞിട്ട് കാണിക്കാം. ഇവിടെ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് കടുകിട്ട് കേട്ടോ. എണ്ണ ചൂടായിട്ട് കടുകിടുക നല്ലത്. എന്താണെന്നറിയണ്ടേ? ഇത് ഒരു കാട്ടിയടിയാണ് കേട്ടോ. ചെറുതാണോ? ഞാൻ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് തോന്നി അത് ചെയ്യാമെന്ന്. അതിനകത്ത് എനിക്ക് കമ്പും കോലൊക്കെ ഉണ്ട്. കടുകൊന്ന് പൊട്ടിക്കട്ടെ. കടുക് പൊട്ടാതിടരുത് കേട്ടോ. കടുക് പൊട്ടാതിടാതെ കഴിക്കും കേട്ടോ. ഇന്ന് ഏതായാലും എനിക്കൊരു മോനെ കിട്ടിയിട്ടുണ്ട്. അത് എടുക്കാനല്ലേ ഞാൻ തന്നെയാണല്ലോ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ചെറുതാണ് കണ്ട ഞാൻ കൈയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചൊറിയുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോൾ ചൊറിച്ചിലങ്ങ് പോകും കേട്ടോ. ഇപ്പം കണ്ട കൈ കൊണ്ടാണ് ഞാൻ മാരി ഇടുന്നത്. ചൊറിയൊന്നും മേടിക്കണ്ട, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ അനിയത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മുട്ട ഇട്ടതാണ്. കാരണം അതുപോലെ ടേസ്റ്റാണ്. നിങ്ങളത് വെച്ച് നോക്കുക. ചില കണ്ടില്ല കൈ കൊണ്ടാണ് വാരി ഇടുന്നത്. ചൊറിയല്ല കേട്ടോ. എന്തായാലും ഒട്ടും ചൊറിയല്ല. ചിലപ്പം ചെറുതായിട്ട് ചിലപ്പം ചൊറിഞ്ഞേക്കും. അരി കഴിയുമ്പോൾ മിക്കവാറും അതെല്ലാം അങ്ങ് പോകും. അപ്പം ഇതിനെ ഒരു കൂമ്പ് തോരൻ കൂടെ വെക്കുന്നുണ്ട്. 2നും കൂടിയുള്ള തേങ്ങയാണ്. ഒരേ തേങ്ങ ഒരുപോലെ ഒരുപോലെ ചേർക്കുകയാണ് കേട്ടോ. പിന്നെ തേങ്ങയ്ക്ക് ഞാൻ ഇതിനെല്ലാത്തിനും ചേർക്കുന്നത് വെളുത്തുള്ളി, കാന്താരി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാത്തിനും ഒന്നാണ്. ഇത് തന്നെയാണ് കുറച്ചിടുന്നത്. ഇനി ബാക്കി ഉപ്പ് തോരന് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇലയിട്ട് ഇളക്കി ഒന്ന് മൂടി അങ്ങ് വെച്ചാൽ അത് റെഡി. ഇതിന് വേണമെങ്കിൽ പയറിടാം. എനിക്ക് ഇതിൻ്റെ തന്നെ ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി ഞാൻ പയറിടുന്നില്ല. പയറിട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പയർ ഇതിനിടുന്നില്ല. ഞാൻ പയർ അപ്പോൾ അതവിടെ നിന്ന് വെന്തോട്ടെ. ഇനി നമുക്ക് ഇതോടൊന്ന് വെക്കാം. ഒരു കൂമ്പരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാഴക്കൂമ്പിന് ചിലയിടത്ത് കുടപ്പൻ എന്ന് പറയും, ചിലയിടത്ത് ചുണ്ടെന്ന് പറയും, ചിലയിടത്ത് എന്തോ പറയുന്നത് എനിക്കറിയില്ല. പലയിടത്ത് പലതാ പറയുന്നത്. ഞാൻ കൂമ്പെന്ന് പറയുമ്പം ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാകാതിരിക്കും. ആലപ്പുഴ സൈഡിൽ പറയുന്നത് ചുണ്ടെന്നാണ്. പിന്നെ വേറെ എങ്ങാണ്ട് കുടപ്പൻ എന്നോ എന്തോ പറയാറുണ്ട് കാസർഗോഡ് സൈഡിൽ. അപ്പോൾ എനിക്കിപ്പോൾ എവിടുത്തെ എന്താണെന്ന് അറിയില്ല. ആദ്യ സൈഡ് പറയുന്നത് കൂമ്പെന്നാണ്. വാഴക്കൂമ്പെന്ന് പറയണം കേട്ടോ. അപ്പം തീ കുറച്ചിട്ടു. ഇതിന് ഇലയ്ക്ക് അത്രയും മേവയുള്ളല്ലോ. തീ കുറച്ചിട്ട് 1 മിനിറ്റോടെ നിന്ന് തോരനായി കേട്ടോ. ഇതൊന്ന് നല്ലതൊന്ന് മറ്റേ കടുക് പൊട്ടിയില്ല. നമുക്ക് തൽക്കാലം ഇനി തുറന്ന് തന്നെ ഇരിക്കട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വാഴക്കൂമ്പങ്ങിടാം. കടുക് പൊട്ടാൻ ഇത്രതാണ്.
ഇത് ഞാനൊരു വെജിറ്റബിൾ കട്ടറിൽ കട്ട് ചെയ്തതാണ്. ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല കേട്ടോ, ഇച്ചിരി പണി. അതിൽ നല്ല കൈ കൊണ്ട് അരിയുന്ന കയ്യൊക്കെ അറിയാണ്ടല്ലോ എന്ന് ഇത് കട്ടറിൽ ഇട്ടത്. പക്ഷെ അത് കുറച്ചുകൂടി ചെറിയ കഷ്ണം ആകണമായിരുന്നെന്ന് തോന്നുന്നു. ഇനി ഏതായാലും വെജിറ്റബിൾ കട്ടർ ഉപയോഗിക്കുകയല്ല കേട്ടോ, കൈ കൊണ്ട് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ആരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ചുകൂടി ചെറുതാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ കയ്യൊക്കെ അറിയാനത്. ഇപ്പോഴേ കടുവ് പൊട്ടി. അയ്യോ, ഇച്ചിരി മുളകും കരിയാപ്പിലി അരിഞ്ഞ് വെച്ചതാ, മറന്നുപോയി കേട്ടോ. ഇനി അങ്ങോട്ട് ഇട്ടേക്കാം. ഏതായാലും അരിഞ്ഞ് വെച്ചില്ല. കടയിന കൂടെ ഇടാനായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പം ഇതിനകത്ത് ഇത് പയറുകൂടി ഇട്ടേക്കാം. പയർ കാണുന്നുണ്ടല്ലോ, കുക്കറി വേവിച്ചത് മതി, അത്രയും മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് വേറെ എവിടത്തില്ല. ഇപ്പം അരിഞ്ഞു വെച്ചാൽ കറി പെട്ടെന്ന്. കൂമ്പിന് പിന്നെ ഇലയ്ക്ക് വെള്ളം ഒഴിക്കണ്ട, ആയി കേട്ടോ, ഇലയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ കൂമ്പിന് പിന്നെ കൂമ്പരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചതുകൊണ്ട് വെള്ളമുണ്ട്. അതിന് പ്രത്യേകം വെള്ളം ഒഴിക്കണ്ട. നല്ലപോലെ ആവി വന്നു കഴിയുമ്പോൾ ഒന്ന് മൂടി ഒരു 2 മിനിറ്റ് വെച്ചാൽ ഇത് റെഡി. എന്നിട്ടൊന്ന് ഒലത്തിയെടുത്താൽ മതി. ഞാൻ ഒരേ തവിയുണ്ട്, ഏതായാലും ഒരേ വയറ്റിലോട്ട് പോകുന്നതാണല്ലോ, കുഴപ്പമില്ല. രണ്ടിനും ഒരേ, എല്ലാ കറിക്കും കേട്ടോ ഒരു തവി എടുത്തിട്ടരുത് കേട്ടോ. ഇതിനരപ്പെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടിനും ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് തേങ്ങയുടെ കൂടെ ഒതുക്കുന്നത്. തേങ്ങ, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി വേണേൽ 2 ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും മതി. ഇത് ചിലപ്പോൾ ഉപ്പ് പോരാതെ വരും, അതുകൊണ്ട് ഉപ്പ് നോക്കുന്നില്ല. അല്ലാതെ തന്നെ ഒരു ശകലം ഉപ്പ് ഇട്ടേക്കാം. കാരണം ഇതിന് രണ്ടിനും ക്വാണ്ടിറ്റി വ്യത്യാസമുള്ളത് കൊണ്ട് വാഴക്കൂമ്പിന് ഉപ്പ് പോരാതെ വരും. ഞാൻ നോക്കുന്നതുമില്ല, എനിക്കറിയാം ഏകദേശം. പിന്നെ ഇല കുറച്ചായതുകൊണ്ട് എനിക്ക് ആ ഉപ്പ് മതിയാവും. വേറെ എടുക്കാമല്ല. അതിൻ്റെ ഞാനിതിനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്പൂണൊക്കെ അടുത്ത് തന്നെ വെച്ചേക്കണം. അതുകൊണ്ട് ദൂരെ പോരുത് കേട്ടോ. അല്ല, എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എളുപ്പം കരിഞ്ഞേക്കും. അതുകൊണ്ട് എല്ലാം അടുത്തടുത്ത് വെച്ചേക്കണം. അതാണ് നമ്മുടെ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും. പിന്നെ അതുപോലെ ഞാൻ പറയും, ഇവിടെ ഒരു പാത്രം വെച്ചേക്കണം സ്പൂണൊക്കെ വെക്കാൻ. പിന്നെ ഇതിപ്പം ആവി വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇതൊന്ന് കുറച്ച് വെക്കാം. ഓക്കെ, 1 മിനിറ്റ് ഇരിക്കുമ്പോൾ അതും വെന്ത് കഴിയും കേട്ടോ. അപ്പം അത് റെഡിയാവും. പിന്നെ ഇതെടുക്കുന്ന ആള് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ.